കൂട്ടുകാരെ, നിങ്ങൾക്കായി മാത്രം പ്രത്യേകമായി തയ്യാറാക്കിയ ഒരു പ്രപഞ്ച സമാഗമം. 2026 ഓഗസ്റ്റ് 19 എന്ന ഈ ദിവസം നിങ്ങളുടെ ജീവിതയാത്രയിൽ വളരെ ആഴത്തിൽ എഴുതപ്പെട്ട ഒരു രഹസ്യ കോഡാണ്. ഈ വീഡിയോ നിങ്ങളെ തേടിയെത്തിയിട്ടുണ്ടെങ്കിൽ അതിനു കാരണം പ്രപഞ്ചം നിങ്ങളെ നേരിട്ട് തിരഞ്ഞെടുത്തു എന്നത് തന്നെയാണ്. നിങ്ങൾ ഈ സന്ദേശം എവിടെയും തേടിപ്പോയിട്ടില്ല. കണ്ണഞ്ചിപ്പിക്കുന്നൊരു കാന്തിക ശക്തി നിങ്ങളെ ചുറ്റുമുള്ള എല്ലാ ബഹളങ്ങളെയും മറികടന്നിവിടെ എത്തിച്ചിരിക്കുകയാണ്. ഈ സന്ദേശം പൂട്ടിയിട്ട ഒരു രഹസ്യമുറിയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കുള്ളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആ കുഴപ്പത്തിലായ മനസ്സ് തന്നെയാണ് ഇതിനുള്ള ഏക താക്കോൽ. ഇതിൽ വെളിപ്പെടാൻ പോകുന്ന ഓരോ വാക്കും വളരെ പ്രധാനപ്പെട്ട ഊർജ്ജതരംഗങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അതിനാൽ ഒരു നിമിഷം പോലും കളയാതെ പൂർണ്ണശ്രദ്ധയോടെ ഇത് കേൾക്കൂ. നിങ്ങളുടെ കണ്ണുകൾ ഒരു നിമിഷം അടച്ച് നിങ്ങളുടെ കൈകളിൽ ഇത്രയും നാളായി ചുമന്നുകൊണ്ടിരിക്കുന്ന ആ കാണപ്പെടാത്ത ഭാരം ഒന്ന് അനുഭവിച്ചു നോക്കൂ. എന്ത് താഴെ വെക്കണം, എന്ത് ചുമക്കണം എന്നറിയാതെ വലിയൊരു സമ്മർദ്ദം നിങ്ങളുടെ കൈകൾ മുറുകെ പിടിച്ചിരിക്കുകയാണ്. ആ പിടുത്തത്തിന്റെ വേദനയും കൈകളുടെ തളർച്ചയും പ്രപഞ്ചം പൂർണ്ണമായി മനസ്സിലാക്കിക്കഴിഞ്ഞു. പല രാത്രികളിലും ഇരുട്ടിൽ തനിയെ നിന്ന് എന്റെ ശബ്ദം ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന ശൂന്യതയിലേക്ക് നോക്കി നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാകും. ഇന്ന് ആ ശൂന്യത നിങ്ങൾക്ക് മറുപടി നൽകാൻ തുടങ്ങിയിരിക്കുന്നു. എന്നാൽ അത് നിങ്ങളുടെ പൂർണ്ണമായ ഉണർവ് ആവശ്യപ്പെടുന്നു. ഇത് വെറുതെ യന്ത്രത്തോപ്പോലെ നിങ്ങളുടെ സ്ക്രീനിൽ വന്ന ഒരു സന്ദേശമല്ല. ഇത് പ്രപഞ്ചത്തിന്റെ രഹസ്യ അറയിൽ നിന്ന് നിങ്ങൾക്കായി മാത്രം അയച്ച ഒരു നേരിട്ടുള്ള സന്ദേശമാണ്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായോ അല്ലെങ്കിൽ വർഷങ്ങളായോ നിങ്ങളുടെ ജീവിതം ഒരു വിചിത്രമായ അഴിച്ചെടുക്കാനാകാത്ത കുടുക്കായി മാറിയിരിക്കുന്നു. ആ കുടുക്കിന്റെ ചില പ്രധാന ഭാഗങ്ങൾ വേണമെന്ന് വെച്ച് എവിടെയോ ഒളിപ്പിച്ചുവെച്ചതുപോലെ നിങ്ങൾക്ക് തോന്നുന്നു. എല്ലാം വളരെ കൃത്യമായി ആസൂത്രണം ചെയ്യും, എല്ലാ ശ്രമങ്ങളും സത്യസന്ധമായി നടത്തും. എന്നാൽ ലക്ഷ്യത്തിലെത്തുന്ന ആ അവസാന നിമിഷത്തിൽ അപ്രതീക്ഷിതമായി എന്തോ ഒന്ന് വന്ന് കളിയാകെ തകിടം മറിക്കുന്നു. നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ നിങ്ങൾ പലപ്പോഴും നോക്കിയിട്ടുണ്ടാകും. ഞാൻ എന്തു മുറുകെ പിടിച്ചാലും അത് എന്തുകൊണ്ടെന്റെ കൈകളിൽ നിന്ന് വഴുതിപ്പോകുന്നു എന്ന ആഴത്തിലുള്ള ഉത്തരം കിട്ടാത്ത കുഴപ്പം നിങ്ങൾക്കുള്ളിൽ വേരൂന്നിയിട്ടുണ്ട്. നിങ്ങൾ ആർക്കും ഒരു ദ്രോഹവും വിചാരിച്ചിട്ടില്ല. നിങ്ങളുടെ വഴിയിൽ നിങ്ങൾ വളരെ കൃത്യമായി തന്നെയാണ് സഞ്ചരിക്കുന്നത്. എങ്കിലും അതിനുള്ള ഫലം മാത്രം നിങ്ങൾക്ക് കിട്ടാതെ വേറെ ആർക്കോ പോയി ചേരുന്നതുപോലെയുള്ള ഒരു തോന്നൽ നിങ്ങളെ മൂടിയിരിക്കുന്നു. അടുത്ത കാലത്തായി നിങ്ങൾക്കുള്ളിൽ ചില വിചിത്രമായ അനുഭവങ്ങൾ വന്നുപോകുന്നുണ്ടല്ലേ? അർദ്ധരാത്രിയിൽ പെട്ടെന്ന് ഒരു ഞെട്ടലോടെ ഉണരുക, കണ്ണ് തുറന്ന നിമിഷം തന്നെ മറന്നുപോകുന്ന വ്യക്തവും എന്നാൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതുമായ സ്വപ്നങ്ങൾ വരിക, എന്തിനെയോ നോക്കി അല്ലെങ്കിൽ ആർക്കോ വേണ്ടി കാത്തിരിക്കുന്നതുപോലെയുള്ള ഒരു സ്ഥിരമായ തോന്നൽ ഉള്ളിൽ ഓടിക്കൊണ്ടിരിക്കുക, ഇവയൊന്നും സാധാരണ കാര്യങ്ങളല്ല. ഇവയെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന വലിയൊരു ഊർജ്ജമാറ്റത്തിന്റെ ലക്ഷണങ്ങളാണ്. കാറ്റിൽ ഒരു പുതിയ ഊർജ്ജതരംഗം കലർന്നിരിക്കുന്നത് നിങ്ങളിൽ പലർക്കും ഇപ്പോൾ ആഴത്തിൽ അനുഭവിക്കാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പഴയ അധ്യായം അവസാനിച്ചു കഴിഞ്ഞു എന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ ആ പുതിയ അധ്യായം ഇതുവരെ തുറക്കപ്പെടാതെ ഒരു രഹസ്യമായി തന്നെ തുടരുന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ നീണ്ട ഇരുണ്ട ഒരു വഴിയിൽ നിങ്ങൾ അകപ്പെട്ടുപോയതുപോലെ തോന്നുന്നു. നിങ്ങളെ ചുറ്റുമുള്ളവർ നിങ്ങൾ വളരെ സാധാരണയായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നുണ്ടാകും. എന്നാൽ നിങ്ങൾക്കുള്ളിൽ ഉത്തരം കിട്ടാത്ത നൂറുകണക്കിന് ചോദ്യങ്ങൾ ഒരു വലിയ ചുഴലിക്കാറ്റ് പോലെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ തവണയും ഒരു പുതിയ തുടക്കത്തെ നിങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചപ്പോൾ അത് വേറൊരു പാഠം പഠിപ്പിക്കുന്ന ഒരു ഏമാറ്റമായി മാറുകയാണുണ്ടായത്. ഒരു മനുഷ്യ മനസ്സിന് ഇനി എത്ര പാഠങ്ങളാണ് പഠിക്കാൻ കഴിയുക? തുടർച്ചയായി ശക്തനായിരിക്കണം, എന്തിനേയും സഹിക്കണം എന്ന ആ നിർബന്ധം തന്നെ ഇപ്പോൾ നിങ്ങളെ പൂർണ്ണമായി തളർത്തിക്കഴിഞ്ഞു. പ്രപഞ്ചം നിങ്ങളുടെ ഈ അറ്റത്തെ തളർച്ചയെ വളരെ ശാന്തമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അടച്ച വാതിലുകൾക്ക് പിന്നിൽ നിങ്ങൾ തനിയെ നടത്തുന്ന പോരാട്ടങ്ങളും മനസ്സ് തകർന്നിരിക്കുമ്പോഴും മുഖത്ത് നിങ്ങൾ വരുത്തിവെക്കുന്ന ആ പുഞ്ചിരിയും തുടങ്ങി എല്ലാം അത് രേഖപ്പെടുത്തിവെക്കുന്നുണ്ട്. നിങ്ങൾ പ്രതീക്ഷ നഷ്ടപ്പെട്ട് എല്ലാം ഉപേക്ഷിക്കാൻ വിചാരിച്ച ആ ഓരോ നിമിഷവും പ്രപഞ്ചത്തിന്റെ കണക്കിൽ വളരെ കൃത്യമായി എഴുതപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പ്രപഞ്ചത്തിന്റെ വലിയൊരു രഹസ്യമെന്തെന്നാൽ അത് നിങ്ങളെ ഒരിക്കലും സ്ഥിരമായി തകർത്തുകളയില്ല. നിങ്ങളുടെ ജീവിതത്തിലുള്ള പഴയ ബലഹീനമായ അടിത്തറകളെ അത് തകർത്തെറിയുന്നുവെങ്കിൽ അവിടെ ഒരു വലിയ പുതിയ കൊട്ടാരം പണിയുന്നതിനുള്ള സ്ഥലം അത് തയ്യാറാക്കുകയാണെന്നർത്ഥം. നിങ്ങൾ ഇതുവരെ നേരിട്ട തടസ്സങ്ങളൊന്നും നിങ്ങൾക്ക് നൽകിയ ശിക്ഷകളല്ല. അവ നിങ്ങളുടെ പാത വൃത്തിയാക്കുന്ന ഒരു ശക്തമായ ആത്മീയ പ്രവർത്തനമാണ്. നിങ്ങളുടെ ഈ യാത്രയിൽ പ്രപഞ്ചം നിങ്ങളോടൊപ്പം എപ്പോഴും തുണയായിട്ടുണ്ടെന്ന് നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായി തുറന്നുവെച്ച് തുടർന്ന് കേൾക്കൂ. ഈയൊരു ചെറിയ പ്രവർത്തനം നിങ്ങൾ പ്രപഞ്ചത്തിന് നൽകുന്ന ഒരു നേരിട്ടുള്ള സന്ദേശമാണ്, ഒരു ആഴത്തിലുള്ള ബന്ധമാണ്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് ചുറ്റും കെട്ടപ്പെട്ട ആ കാണപ്പെടാത്ത ചങ്ങല അതിന്റെ അവസാന അതിരിലെത്തിക്കഴിഞ്ഞു.
ചില ബന്ധങ്ങളെയോ ചില സാഹചര്യങ്ങളെയോ അല്ലെങ്കിൽ ചില നടക്കാത്ത ആഗ്രഹങ്ങളെയോ നിങ്ങൾ വളരെ ബലമായി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവ ഇപ്പോൾ നിങ്ങളുടെ കൈകളെ മുറിവേൽപ്പിക്കുന്ന കനത്ത കല്ലുകളായി മാറിയിരിക്കുന്നു. നിങ്ങളുടെ ജീവിതം ഇങ്ങനെയൊക്കെ സഞ്ചരിക്കണം എന്ന് നിങ്ങളൊരു പദ്ധതി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ മൊത്തം അധ്വാനവും സമയവും മാറ്റമില്ലാത്ത വിശ്വാസവും ഒരു പ്രത്യേക കാര്യത്തിന്മേൽ നിങ്ങൾ നിക്ഷേപിച്ചു. എന്നാൽ അത് നിങ്ങൾ വിചാരിച്ചതുപോലെ നടക്കാതിരുന്നപ്പോൾ നിങ്ങളുടെ യാഥാർത്ഥ്യം മുഴുവൻ കയ്പുള്ളതായി മാറിപ്പോയി. ആ കയ്പുരസത്തിന്റെ ആഴം പ്രപഞ്ചം ഇപ്പോൾ പൂർണ്ണമായി അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞു. എന്നാൽ നിങ്ങൾക്ക് സംഭവിച്ച ആ വൈകൽ പ്രപഞ്ചത്താൽ വളരെ കൃത്യമായി പദ്ധതിയിട്ട ഒരു സംരക്ഷണ വേലിയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങൾ എതിർപ്പാർത്ത് കാത്തിരുന്ന ആ മനോഹരമായ കാര്യം യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട വലിയൊരു നിധിയുടെ വളരെ ചെറിയൊരു തുള്ളി മാത്രമാണ്. ആ ചെറിയ കാര്യം നിങ്ങൾക്ക് ലഭിക്കാതെ തടഞ്ഞതിലൂടെ വലിയൊരു മാറ്റത്തിനുള്ള വഴി പ്രപഞ്ചം നിങ്ങൾക്കായി തുറന്നു തന്നിരിക്കുകയാണ്. ഈ നിമിഷത്തിൽ തന്നെ നിങ്ങളുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തൊരു തലത്തിൽ നിങ്ങൾക്കായുള്ള പ്രപഞ്ചചക്രങ്ങൾ വളരെ വേഗത്തിൽ കറങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തതായി വരേണ്ട പ്രധാനപ്പെട്ട മനുഷ്യർ അതിനുള്ള ശരിയായ സ്ഥലങ്ങളിൽ എത്തിക്കപ്പെടുന്നു. നിങ്ങൾക്ക് ആവശ്യമായ അവസരങ്ങൾ തുറക്കപ്പെടാത്ത രഹസ്യപ്പെട്ടികളിൽ നിന്ന് ഇപ്പോൾ മോചിപ്പിക്കപ്പെടുന്നു. ഇതുവരെ നിങ്ങളെ വലിയ ഭയത്തിലാക്കിയ കാര്യങ്ങൾ പെട്ടെന്ന് തങ്ങളുടെ ബലം നഷ്ടപ്പെട്ട് ചെറുതാകുന്നത് നിങ്ങൾ ഉടൻ അനുഭവിക്കാൻ പോകുകയാണ്. ഏത് പ്രത്യേക ആശങ്കയാണോ ഓരോ ദിവസവും പുലർച്ചെ നിങ്ങളുടെ ഉറക്കം കളഞ്ഞത്, നാളെ എന്ത് സംഭവിക്കുമോ എന്ന് നിങ്ങളെ വിറപ്പിച്ചത്, ആ ആശങ്ക ഇപ്പോൾ അതിന്റെ മൊത്തം ഊർജ്ജവും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളുടെ കൈകളിൽ നിന്ന് പൂർണ്ണമായി അലിഞ്ഞുപോകാൻ തുടങ്ങിയിരിക്കുന്നു. അടുത്ത കാലത്തായി നിങ്ങൾ തുടർച്ചയായി ചില പ്രത്യേക നമ്പറുകൾ കാണുന്നുണ്ടോ? അല്ലെങ്കിൽ പെട്ടെന്ന് കുറച്ച് നിമിഷങ്ങൾ മാത്രം കാരണമേതുമില്ലാതെ ഒരാഴത്തിലുള്ള ശാന്തത നിങ്ങളെ പുണർന്നു പോകുന്നത് അനുഭവപ്പെടുന്നുണ്ടോ? അവയെല്ലാം പ്രപഞ്ചം നിങ്ങൾക്കയക്കുന്ന രഹസ്യ സന്ദേശങ്ങളാണ്. നിങ്ങളെ ചുറ്റുമുള്ള ആ ഇരുണ്ട ഊർജ്ജത്തെ മാറ്റുന്ന ജോലി തുടങ്ങിയെന്നതിനുള്ള ഉറപ്പായ അടയാളങ്ങളാണ് അവ. ഇപ്പോൾ പ്രപഞ്ചം വലിയൊരു ഊർജ്ജ കൈമാറ്റത്തിന് തയ്യാറായിക്കഴിഞ്ഞു. നിങ്ങളുടെ കൈകളെ അമർത്തി നിങ്ങളെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ആ കവലയെ അത് പൂർണ്ണമായി പിഴുതെറിയാൻ പോകുകയാണ്. എന്നാൽ പ്രകൃതി ഒരിക്കലും ഒരു ശൂന്യത അനുവദിക്കില്ല. ആ കവല നിങ്ങളെ വിട്ടകലുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ശൂന്യത രൂപപ്പെടും. ആ പ്രത്യേക ശൂന്യതയിൽ നിങ്ങളുടെ മനസ്സ് ഇത്രയും കാലം കാത്തുകിടന്ന കൊതിച്ച ആ പൂർണ്ണമായ മധുരം നിറഞ്ഞു കവിയാൻ പോകുകയാണ്. എന്നാൽ ഈ മാറ്റം നിങ്ങൾ ചിന്തിച്ച് പ്രതീക്ഷിക്കുന്ന വഴിയിൽ ഒരിക്കലും നടക്കില്ല. നിങ്ങളിപ്പോൾ ഏത് ദിശയിലേക്കാണോ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ആ ദിശയിൽ നിന്നല്ല ഈ മധുരം വരാൻ പോകുന്നത്. ഈ മൊത്തം മാറ്റത്തെയും തുടങ്ങിവെക്കാൻ പോകുന്ന വളരെ രഹസ്യമായൊരു തുടക്കപ്പുഴലിയുണ്ട്. അത് വളരെ സാധാരണമായി തോന്നുന്ന ഒരു സംഭവമാകാം, നിങ്ങൾ കേൾക്കുന്ന ഒരു ചെറിയ വാക്കാകാം, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിയാകാം. ആ ഒറ്റ പുള്ളിയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ മൊത്തം ദിശയെയും തകിടം മറിക്കാൻ പോകുന്നത്. എന്നാൽ ഇവിടെയാണ് വലിയൊരു രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. ആ തുടക്കപ്പുഴലി നിങ്ങളുടെ മുന്നിൽ തെളിയുന്ന ആ ശരിയായ നിമിഷത്തിൽ അതിനെ തിരിച്ചറിയാൻ നിങ്ങൾ പരാജയപ്പെട്ടാൽ ഈ വലിയ ഊർജ്ജം നിങ്ങളെ കടന്നുപോകാൻ സാധ്യതയുണ്ട്. ആ രഹസ്യ തുടക്കപ്പുഴലി എങ്ങനെയിരിക്കും? അത് ഏത് രൂപത്തിലാണ് നിങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കുക? നിങ്ങളുടെ കൈകളിലുണ്ടായിരുന്ന കവല പൂർണ്ണമായി അലിഞ്ഞ് ആ മധുരം ഏത് നിമിഷത്തിലാണ് നിങ്ങളിലേക്ക് വന്നു ചേരുക? പ്രപഞ്ചം അതിനുള്ള സമയം നിശ്ചയിച്ചു കഴിഞ്ഞു. കൗണ്ട്ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞു. ആ രഹസ്യ പുള്ളി എന്തെന്നാൽ വളരെ ചെറിയ എന്നാൽ ആഴത്തിലുള്ള ഒരു വികാരമാറ്റമാണ്. ഇതുവരെ നിങ്ങളുടെ കണ്ണുകൾ കാണാൻ വിട്ടുപോയൊരു ചെറിയ കാര്യത്തെ പെട്ടെന്നൊരു പുതിയ വെളിച്ചത്തിൽ നിങ്ങൾ അനുഭവിക്കും. അത് ആകാശത്ത് തെളിയുന്ന വലിയൊരു മാറ്റമോ വലിയൊരു ശബ്ദമോ ആയിരിക്കില്ല. അത് നിങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ മനസ്സിന്റെ ആഴത്തിൽ വളരെ ശാന്തമായി സംഭവിക്കുന്ന ഒരു ചെറിയ അസൈവാണ്. അതൊരു സാധാരണ പ്രഭാതമാകാം. നിങ്ങളുടെ കൈകളിലിരിക്കുന്ന ചായക്കപ്പിലേക്ക് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒറ്റ സെക്കൻഡിൽ നിങ്ങളുടെ തലച്ചോറിനുള്ളിൽ വർഷങ്ങളായി ഓടിക്കൊണ്ടിരുന്ന ഒരു ശബ്ദം പെട്ടെന്ന് നിലച്ചുപോകും. കഴിഞ്ഞകാലത്തെ വേദനകളും ഭാവിയെക്കുറിച്ചുള്ള ഭയങ്ങളും ഒരു നിമിഷം ഉറഞ്ഞുപോയി. നിങ്ങൾ ആ നിലവിലെ നിമിഷത്തിൽ പൂർണ്ണമായി നിലയുറപ്പിക്കും. ആ ശാന്തത നിങ്ങളെ ആദ്യം ഭയപ്പെടുത്തിയേക്കാം. കാരണം ഇത്രയും കാലം ആ പോരാട്ടത്തിനും മനപ്രയാസത്തിനും നിങ്ങൾ ശീലിച്ചുപോയിരിക്കുന്നു. നെഞ്ചിനെ അമർത്തുന്ന ഭാരവും വേദനയുമില്ലാതെ ഇരിക്കുന്നതുപോലും ഒരു വിചിത്രമായ പരിചയമില്ലാത്ത അനുഭവമായി നിങ്ങളിലേക്കെത്തും. എന്താണ് എനിക്ക് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നാം. എന്നാൽ അതാണ് ആ ആദ്യ അടയാളം. പ്രപഞ്ചം നിങ്ങളെ തനിക്ക് നേർക്കുനേർ കാഴ്ചയിലേക്ക് കൊണ്ടുവന്നു എന്നതിന്റെ മാറ്റമില്ലാത്ത തെളിവാണത്. അതിനുശേഷം നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന ഓരോന്നും ഒരു മാന്ത്രിക കഥ പോലെ നിങ്ങളുടെ കൺമുന്നിൽ വിടരാൻ തുടങ്ങും. നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ സാധാരണയായി വീശുന്ന കാറ്റിൽ
ഒരു പുതിയ ചൂടോ അല്ലെങ്കിൽ മൃദുവായ തണുപ്പോ കലർന്നിരിക്കുന്നത് നിങ്ങളുടെ ചർമ്മം വളരെ കൃത്യമായി അറിയും. ഇതുവരെ നിങ്ങൾ പലതവണ കടന്നുപോയിട്ടുണ്ടെങ്കിലും ഒരിക്കലും ശ്രദ്ധിക്കാത്ത ഒരു പഴയ മരത്തിൽ പൂത്തിരിക്കുന്ന ഒരു ഒറ്റപ്പൂ നിങ്ങളുടെ ശ്രദ്ധയെ പൂർണ്ണമായി ആകർഷിക്കും. ആ പൂവ് ഏതോ ഒരു രഹസ്യം നിങ്ങളോട് പറയുന്നതുപോലെ നിങ്ങൾക്ക് തോന്നും. അപ്രതീക്ഷിത സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ചില വാക്കുകൾ കാണാൻ കഴിയും. ഒരു വാൾ പോസ്റ്ററിലോ അല്ലെങ്കിൽ കടന്നുപോകുന്ന ഒരു വാഹനത്തിന്റെ പുറകിലോ എഴുതിയിരിക്കുന്ന ഒരു സാധാരണ വാചകം നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഇത്രയും നാളായി ചോദിച്ചുകൊണ്ടിരുന്ന വലിയൊരു ചോദ്യത്തിനുള്ള നേരിട്ടുള്ള മറുപടിയായി വന്ന് നിങ്ങളുടെ കണ്ണുകളിൽ തട്ടും. ഇവയെല്ലാം യാദൃച്ഛികമായി സംഭവിക്കുന്നതാണെന്ന് നിങ്ങളുടെ ബുദ്ധി നിങ്ങളെ വിശ്വസിപ്പിക്കാൻ നോക്കും. എന്നാൽ നിങ്ങളുടെ ഉള്ളുണർവ് ആഴത്തിൽ പറയും, ഇത് യാദൃച്ഛികമല്ല, ആരോ ഒരു മഹാശക്തി നിങ്ങളുടെ ജീവിതത്തിന്റെ തിരക്കഥ നിങ്ങൾക്കായി വീണ്ടും പുതിയതായി എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഈ പ്രപഞ്ചത്തിന്റെ എല്ലാ കണികകളും നിങ്ങൾക്കായി ജോലി ചെയ്യാൻ തുടങ്ങിയെന്ന് ആ നിമിഷം നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങളുടെ ഉറക്കത്തിന്റെ സ്വഭാവത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കാൻ പോകുകയാണ്. ഇതുവരെ ഏതോ ഒരു പേര് പറയാനാകാത്ത ഭയത്തോടെ നാളെ എന്താകും എന്ന വിറയലോടെ ഉണർന്ന നിങ്ങൾ ഒരു കാരണവുമില്ലാതെ ഒരു ആഴത്തിലുള്ള തൃപ്തിയോടെയും മുഖത്ത് ഒരു ചെറിയ പുഞ്ചിരിയോടെയും ഉണർന്നെഴുന്നേൽക്കും. ആ പ്രഭാതം അത്രയും മനോഹരമായിരിക്കും. നിങ്ങളുടെ കൈകളിൽ നിങ്ങൾ മുറുകെ പിടിച്ചിരുന്ന ആ പഴയ കവലകൾ ഒരു പഞ്ഞിക്കെട്ട് വെയിലിൽ ഉരുകുന്നതുപോലെ പതുക്കെ പതുക്കെ അലിയുന്നത് നിങ്ങൾ നേരിട്ടനുഭവിക്കും. നിങ്ങളെ അമർത്തിയ ആ വലിയ പാറ വെറും പൊടിയായി മാറി കാറ്റിൽ പറക്കാൻ തുടങ്ങും. നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും പ്രപഞ്ചം തന്റെ കൈകളിൽ വാങ്ങിവെക്കും. നിങ്ങളുടെ ഉള്ളുണർവ് ഇപ്പോൾ ഈ വാക്കുകളെ ആഴത്തിൽ ഉൾക്കൊള്ളുന്നുവെങ്കിൽ ഈ വലിയ മാറ്റത്തെ നിങ്ങൾ പൂർണ്ണമായി സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നർത്ഥം. എന്റെ കവലകൾ അലിയുന്നു, മധുരത്തെ സ്വീകരിക്കുന്നു എന്ന് മനസ്സിൽ ഉറപ്പിച്ചുവെച്ച് നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധയും ഒട്ടും വ്യതിചലിക്കാതെ തുടർന്ന് കേൾക്കൂ. ഈയൊരു ചെറിയ കാര്യം നിങ്ങൾ ആ പ്രപഞ്ചശക്തിക്ക് നൽകുന്ന നേരിട്ടുള്ള സമ്മതമാണ്. നിങ്ങൾ ആ സമ്മതം നൽകിയ അടുത്ത നിമിഷം നിങ്ങളുടെ ചുറ്റുമുള്ള ഊർജ്ജതരംഗങ്ങൾ ഇനിയും വേഗത്തിൽ കറങ്ങാൻ തുടങ്ങും. നിങ്ങളെ ചുറ്റി ഇതുവരെ ഉണ്ടായിരുന്ന ഒരുതരം മുറുകിയ മനോഭാവം അയഞ്ഞ് ഒരു മൃദുവായ സുഖകരമായ അന്തരീക്ഷം രൂപപ്പെടും. നിങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങൾ പോലും ഒരു പുതിയ വെളിച്ചത്തിൽ തിളങ്ങുന്നതുപോലെ നിങ്ങൾക്ക് തോന്നും. നിങ്ങൾ നീണ്ടകാലമായി എതിർപാർത്ത് കാത്തിരുന്ന ആ മധുരം ഒരു പുതിയ രൂപമെടുത്ത് നിങ്ങളിലേക്ക് നീങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞു. അത് വെറും വാക്കുകളായോ അല്ലെങ്കിൽ ഒരു സാധാരണ വാർത്തയായോ മാത്രം വരില്ല. അത് നിങ്ങളുടെ മുഴുവൻ ജീവിതത്തെയും നിങ്ങളുടെ വ്യക്തിത്വത്തെയും പ്രകാശിപ്പിക്കുന്ന ഒരു വലിയ ആനന്ദമായി നിങ്ങളിലേക്ക് വന്നുചേരാൻ പോകുകയാണ്. നിങ്ങളെ ചുറ്റുമുള്ളവരുടെ പെരുമാറ്റത്തിൽ വിചിത്രമായൊരു മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കും. ഏത് മനുഷ്യരാണോ നിങ്ങളെ ഇതുവരെ അവഗണിച്ചത് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചത്, അവർ ഒരു വിശദീകരണവുമില്ലാതെ സ്വയം തന്നെ നിങ്ങളുടെ പാതയിൽ നിന്ന് മാറിപ്പോകും. അവരും നിങ്ങളും തമ്മിലുള്ള കർമ്മബന്ധം അവസാനിച്ചു കഴിഞ്ഞതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതേസമയം മുൻപിൻ പരിചയമില്ലാത്ത മുഖങ്ങൾ നിങ്ങൾക്കുള്ളിൽ ആഴത്തിലുള്ളൊരു വിശ്വാസം വിതച്ചിട്ടു പോകും. ഒരു കടയിൽ വെച്ച് നിങ്ങൾ കണ്ടുമുട്ടുന്ന ഒരു മനുഷ്യന്റെ പുഞ്ചിരിയോ അല്ലെങ്കിൽ വഴിയിൽ പോകുന്ന ആരെങ്കിലും ഒരാൾ നിങ്ങളെ നോക്കി പങ്കുവെക്കുന്ന ഒരു ചെറിയ കാഴ്ചയോ നിങ്ങൾക്കുള്ളിൽ വലിയൊരാശ്വാസം പകരും. പ്രപഞ്ചം മനുഷ്യരുടെ രൂപത്തിൽ വന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കുന്നത് നിങ്ങൾ അറിയും. നിങ്ങൾക്കുള്ളിലുണ്ടായിരുന്ന ആ അസ്വസ്ഥതയും ദേഷ്യവും കുറ്റബോധവും എവിടെപ്പോയെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല. നിങ്ങളുടെ മനസ്സ് ഒരു തെളിഞ്ഞ നീരൊഴുക്കുപോലെ മാറിപ്പോകും. ഏത് പ്രശ്നം വന്നാലും അതിനെ വളരെ എളുപ്പത്തിൽ മറികടന്നു പോകാൻ കഴിയും എന്ന വലിയ ധൈര്യം നിങ്ങൾക്കുള്ളിൽ ഉറവെടുക്കും. നിങ്ങൾക്കുള്ളിൽ ഒളിച്ചിരുന്ന ഒരു പുതിയ മനുഷ്യനിപ്പോൾ കണ്ണ് തുറന്നു കഴിഞ്ഞു. 2026 ഓഗസ്റ്റ് 19 എന്ന ഈ ദിവസത്തിന്റെ കണക്ക് കലണ്ടറിൽ കീറിയെറിയുന്ന വെറും തീയതിയല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകമായി തുറക്കപ്പെടുന്ന ഒരു പുതിയ വാതിലാണ്. ഈ വാതിലിനുള്ളിൽ കടക്കുമ്പോൾ നിങ്ങൾ പഴയ മനുഷ്യനായിരിക്കില്ല. നിങ്ങളുടെ ഓരോ അണുവും പുതിയ ഊർജ്ജതരംഗങ്ങളാൽ പൂർണ്ണമായി നിറയ്ക്കപ്പെട്ടിരിക്കും. കാലങ്ങളായി നിങ്ങൾ തേടിക്കൊണ്ടിരുന്ന ആ ഒരു കാര്യം ഇപ്പോൾ നിങ്ങളെ തേടിവരാൻ തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങൾ അതിലേക്ക് ഓടേണ്ട ആവശ്യമേ ഇനിയില്ല. നിങ്ങളിരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങളുടെ കൈകളെ തേടി ആ അത്ഭുതം വന്നുചേരും. പ്രപഞ്ചം അത് നിങ്ങളുടെ പേരിൽ എഴുതി മുദ്രവെച്ചു കഴിഞ്ഞു. തബേ ആ അത്ഭുതം നിങ്ങളുടെ കൈകളിൽ തങ്ങുന്ന ആ അവസാന നിമിഷത്തിന് തൊട്ടുമുമ്പ് കൃത്യമായി ഈ നിമിഷത്തിൽ പ്രപഞ്ചം നിങ്ങൾക്ക് രഹസ്യമായ കുഴപ്പം പിടിച്ച ഒരു സന്ദേശം അയക്കാൻ പോകുകയാണ്. ഇതൊരു പരീക്ഷണമല്ല. നിങ്ങൾ ആ സമ്മാനം വാങ്ങുന്നതിന് തക്കതായ ഊർജ്ജത്തിലാണോ ഉള്ളത് എന്ന് അളക്കുന്ന ഒരു ഉപകരണമാണ്. ആ സന്ദേശം വളരെ സാധാരണമായി തോന്നുമെങ്കിലും അതേസമയം നിങ്ങളുടെ മനസ്സിനെ ഒരു നിമിഷം അമ്പരപ്പിക്കും. നിങ്ങളുടെ പഴയ ഭയങ്ങളെ ഒരു നിമിഷം നിങ്ങളുടെ കൺമുന്നിൽ നിർത്തി പ്രപഞ്ചം നിങ്ങളെ സൂക്ഷ്മമായി ശ്രദ്ധിക്കും. നിങ്ങൾ വീണ്ടും പഴയതുപോലെ തകർന്നു പോകുന്നുണ്ടോ,
അതോ പുതിയ വിശ്വാസത്തോടെ അതിനെ നോക്കിച്ചിരിക്കുന്നുണ്ടോ എന്ന് അത് വളരെ കൃത്യമായി രേഖപ്പെടുത്തും. ആ ഒരു പ്രത്യേക നിമിഷത്തിൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന ആ ഒറ്റ തീരുമാനമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ അടുത്ത പല വർഷങ്ങളെ തീരുമാനിക്കാൻ പോകുന്നത്. നിങ്ങളുടെ മനസ്സ് ഇത്രയും കാലം പ്രതീക്ഷിച്ച ആ മധുരം നിങ്ങൾക്കായി പാക്ക് ചെയ്ത് നിങ്ങളുടെ വാതിൽക്കൽ വന്നു നിൽക്കുകയാണ്. അതിനും നിങ്ങൾക്കും ഇടയിലുള്ള ദൂരം വെറുമൊരു തീരുമാനത്തിന്റെ ഇടവേള മാത്രമാണ്. ആ വലിയ സമ്മാനത്തിന്റെ പുറംചട്ട തുറക്കുന്ന സമയം വന്നുകഴിഞ്ഞു. ആ സമ്മാനം എന്താണ്? അത് ആര് മുഖേനയാണ് നിങ്ങളുടെ കൈകളിലേക്ക് വരാൻ പോകുന്നത്? നിങ്ങളുടെ കൈകളിലുണ്ടായിരുന്ന ആ തീരാത്ത കവലൈ പൂർണ്ണമായി അലിഞ്ഞ് ആ വലിയ അത്ഭുതം വെളിപ്പെടുന്ന ആ നിമിഷത്തിൽ നിങ്ങളുടെ കണ്ണുകൾക്ക് മുന്നിൽ കാത്തിരിക്കുന്ന ആ ഞെട്ടിക്കുന്ന, തീർത്തും അപ്രതീക്ഷിതമായ സത്യമെന്തെന്നാൽ, നിങ്ങൾ ഇത്രയും കാലം പുറത്ത് എവിടെയോ തേടിക്കൊണ്ടിരുന്ന ആ ഉത്തരം, ആ വലിയ പരിഹാരം പെട്ടെന്ന് ആകാശത്തുനിന്ന് കുതിച്ചുവരാൻ പോകുന്നില്ല എന്നതാണ്. അത് ഏற்கனவே നിങ്ങൾക്കുള്ളിൽ ആഴത്തിലുള്ള ഒരു മൗനമായി, വളരെ വ്യക്തമായൊരു ഉള്ളുണർവായി വിതയ്ക്കപ്പെട്ടു കഴിഞ്ഞു എന്നതാണ്. അതെ, നിങ്ങളുടെ മനസ്സിന്റെ അടിത്തട്ടിൽ എന്തിനെയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് നിങ്ങൾ തളർന്നത്? അതൊരു പുതിയ രൂപത്തിൽ, ഒരു പുതിയ വെളിച്ചത്തിൽ നിങ്ങളുടെ കണ്ണുകൾക്ക് മുന്നിൽ തന്നെ ഒരു മൃദുവായ തിരശ്ശീല മാറുന്നതുപോലെ തെളിയാൻ പോകുകയാണ്. ആ സത്യം നിങ്ങളെ തൊടുമ്പോൾ നിങ്ങളുടെ ഹൃദയം ഒരു നിമിഷം ഞെട്ടി, പിന്നീട് ഇതുവരെയില്ലാത്ത വിധം വലിയൊരു ശാന്തതയിലേക്ക് ആണ്ടുപോകും. നിങ്ങൾ പ്രതീക്ഷിച്ച ആ മധുരം എന്നത് ഏതെങ്കിലും ഒരു വസ്തുവോ അല്ലെങ്കിൽ ഒരു പ്രത്യേക മനുഷ്യനോ മാത്രമല്ല. അത് നിങ്ങളുടെ മൊത്തത്തിലുള്ള ജീവിതത്തിന്റെ നിലവാരം, നിങ്ങളുടെ ചിന്തയുടെ വ്യക്തത, നിങ്ങളുടെ ആത്മാവിന്റെ മോചനം എന്നിവയെല്ലാം ഒന്നിച്ചു ചേർന്ന ഒരു പൂർണ്ണമായ സ്വാതന്ത്ര്യാവസ്ഥയാണെന്ന് നിങ്ങൾ ആദ്യമായി മനസ്സിലാക്കും. ഈ നിമിഷം വരെ നിങ്ങളുടെ കൈകളെ മുറുകെ പിടിച്ചിരുന്ന ആ ഭയം, ഒരു ഉണങ്ങിയ ഇല കാറ്റിൽ കൊഴിഞ്ഞുവീണ് ശബ്ദമില്ലാതെ മണ്ണോട് മണ്ണടിയുന്നതുപോലെ പൂർണ്ണമായി നിങ്ങളെ വിട്ടുമാറും. ഏത് കാര്യത്തെക്കുറിച്ചോർത്ത് ഓരോ ദിവസവും നിങ്ങളുടെ ഊർജ്ജം നിങ്ങൾ കളഞ്ഞുവോ, അതേ കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് വളരെ സാധാരണമായ ഒരു അധികാരവുമില്ലാത്ത സംഭവമായി മാറിപ്പോകും. ഒരു നീണ്ട ഇരുണ്ട ഗുഹയ്ക്കുള്ളിൽ പല വർഷങ്ങൾ കഷ്ടപ്പെട്ടിട്ട് പെട്ടെന്ന് ഒരു പ്രകാശമുള്ള വെളിച്ചം കാണുന്ന മനുഷ്യന്റെ കണ്ണുകളിൽ തെളിയുന്ന ആ ആശ്വാസവും ഒരു തരത്തിലുള്ള ചെറിയ മടിയും ഇപ്പോൾ നിങ്ങൾക്കുള്ളിൽ ഉയർന്നേക്കാം. ആ വെളിച്ചം കാണുമ്പോൾ തുടക്കത്തിൽ കണ്ണുകൾ അഞ്ചാമെങ്കിലും ആ സുഖകരമായ ചൂട് നിങ്ങളുടെ ശരീരത്തിന്റെ ഓരോ അണുവിനെയും പതുക്കെ പതുക്കെ പുണർന്നു ഉറഞ്ഞുപോയ നിങ്ങളുടെ വിശ്വാസങ്ങളെ വീണ്ടും ഉരുകി ജീവൻ വെപ്പിക്കും. നിങ്ങളുടെ മനസ്സിനെ അമർത്തിയ ആ വലിയ പാറ എന്ന് കാണാതായി എന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല. ഒരു ദിവസം രാവിലെ നിങ്ങൾ സാധാരണയായി ഉണരുമ്പോൾ നിങ്ങളുടെ നെഞ്ചിൽ ഒരു ശൂന്യമായ എന്നാൽ വളരെ സുഖകരമായ ഒരു ആശ്വാസം അനുഭവപ്പെടും. ആ ശൂന്യത കവലകളില്ലാത്ത അവസ്ഥയുടെ അടയാളമാണ്. പല വർഷങ്ങൾക്ക് ശേഷം ഒരു ഭാരവുമില്ലാതെ നിങ്ങൾ പൂർണ്ണമായി ശ്വസിക്കുന്ന ആദ്യത്തെ സ്വതന്ത്ര ശ്വാസം. ഈ ആഴത്തിലുള്ള രോഗശാന്തി നിങ്ങളുടെ ശരീരത്തിലും പ്രതിഫലിക്കാൻ തുടങ്ങും. നിങ്ങളുടെ മുഖത്ത് ഇത്രയും നാളായി ഉണ്ടായിരുന്ന ആ ഇരുണ്ട വരകളും ആവശ്യമില്ലാത്ത മാനസിക സമ്മർദ്ദ ചുളിവുകളുമെല്ലാം ഒരു മായാജാലം പോലെ മറഞ്ഞ് വ്യക്തമായ ശാന്തമായൊരു തിളക്കം വെളിപ്പെടാൻ തുടങ്ങും. നിങ്ങളെ കാണുന്ന മനുഷ്യർ നിങ്ങളിൽ എന്തോരു മാറ്റം കാണുന്നുണ്ട്, നിങ്ങൾ വളരെ വ്യക്തതയുള്ളവനായിരിക്കുന്നുവെന്ന് അത്ഭുതത്തോടെ പറയാൻ തുടങ്ങും. മറ്റെന്തിനേക്കാളും ഇപ്പോൾ നിങ്ങളുടെ ചിന്തകൾ ഒരു സ്ഫടികം പോലെ വ്യക്തമായിരിക്കും. കുഴപ്പങ്ങളില്ല, സംശയങ്ങളില്ല, ഇത് നടക്കുമോ നടക്കില്ലേ എന്ന ആ വിഷമയമായ സംശയങ്ങൾ തീരെയില്ല. നിങ്ങളുടെ ലക്ഷ്യമെന്താണ്, നിങ്ങൾ ഏതിലേക്ക് നടക്കണം എന്ന പാത ഒരു മഞ്ഞുമാറിയ ഹൈവേ പോലെ നിങ്ങളുടെ കൺമുന്നിൽ ഒരു തടസ്സവുമില്ലാതെ വളരെ കൃത്യമായി വിടർന്നുകിടക്കും. നിങ്ങൾക്കുള്ളിൽ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന ഈ പുതിയ ധൈര്യം കാടത്തമുള്ളതോ അല്ലെങ്കിൽ ദേഷ്യമുള്ളതോ അല്ല. ഇത് വളരെ ശാന്തമായ എന്തിനേയും നേരിടുന്ന ഒരു മാറ്റമില്ലാത്ത ഉള്ളിലെ ഉറപ്പാണ്. ഏതു വാർത്തയാണോ പണ്ട് നിങ്ങളെ തളർത്തിയത്, അതേപോലത്തെ ഒരു വാർത്ത ഇപ്പോൾ വരുമ്പോൾ നിങ്ങൾ അതിനെ ഒരു ചെറിയ പുഞ്ചിരിയോടെ കടന്നുപോകും. ആ അളവുക്ക് നിങ്ങളുടെ മനസ്സിന്റെ വേരുകൾ ഇപ്പോൾ വളരെ ആഴത്തിൽ ബലമായി ഊന്നിയിരിക്കുന്നു. മനസ്സ് പ്രതീക്ഷിച്ച ആ മധുരം നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഇനി ഇറങ്ങിച്ചെല്ലാൻ തുടങ്ങും. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചി മുതൽ നിങ്ങൾ കേൾക്കുന്ന സംഗീതത്തിന്റെ ശബ്ദം വരെ എല്ലാം ഒരു പുതിയ ജീവനോടെ നിങ്ങളോട് സംസാരിക്കും. ജീവിതമെന്നതെപ്പോഴും പോരാടിക്കൊണ്ടിരിക്കാനുള്ള ഒരു യുദ്ധക്കളമല്ല, അത് ആഘോഷിക്കാനുള്ള വലിയൊരു സമ്മാനമാണെന്ന വ്യക്തമായ സത്യം നിങ്ങൾക്ക് മനസ്സിലാകും. എന്നാൽ ഈ വലിയ കൈമാറ്റത്തിന്റെ സമയത്ത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ പിന്തുടരേണ്ട ഒരു പ്രധാന നിയമമുണ്ട്. നിങ്ങളുടെ കൈകളിൽ നിന്ന് ആ പഴയ കവല അലിഞ്ഞു പോകുമ്പോൾ ശീലക്കേടുകൊണ്ട് നിങ്ങളുടെ മനസ്സ് വീണ്ടും ആ പഴയ വേദനയെ തേടിപ്പോകാൻ ഒരിക്കലും അനുവദിക്കരുത്.
നീണ്ടകാലമായി വേദനയ്ക്കടിമപ്പെട്ടുപോയ മനസ്സ് ഈ ശാന്തത കണ്ട് ആദ്യം ഭയപ്പെടും. അതിനെ നിങ്ങൾ വളരെ ഉറപ്പോടെ തടഞ്ഞു നിർത്തണം. നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ പുതിയ വ്യക്തതയും മനസ്സമാധാനവും ആരും എളുപ്പത്തിൽ നശിപ്പിക്കാൻ വിട്ടുകൊടുക്കരുത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടക്കുന്ന ഈ ഭാഗ്യകരമായ നിമിഷങ്ങളെ സംശയത്തിന്റെ കണ്ണുകളോടെ നോക്കരുത്. എനിക്കെങ്ങനെ ഇത്രയും നല്ല കാര്യങ്ങൾ സംഭവിക്കാം, ഒരുപക്ഷെ ഇത് താൽക്കാലികമാണോ എന്ന ആ പഴയ ചിന്തകൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഇനിയൊരു ചെറിയ സ്ഥലം പോലും കൊടുക്കരുത്. ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ ചെറിയ സന്ദേശത്തെയും പൂർണ്ണമായി വിശ്വസിക്കാൻ തുടങ്ങൂ. നിങ്ങളുടെ ഉള്ളുണർവ് അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞാൽ അത് കാരണങ്ങൾ തിരക്കാതെ അതുപോലെ കേൾക്കൂ. ഇത് ചെയ്യൂ എന്ന് ഒരു മൃദുവായ പ്രേരണ നിങ്ങൾക്കുള്ളിൽ ഉയർന്നാൽ ഒരു നിമിഷം പോലും വൈകാതെ അത് പ്രവർത്തികമാക്കൂ. നിങ്ങളെ വഴിനടത്തുന്ന ആ കാണപ്പെടാത്ത മഹാശക്തി ഇപ്പോൾ നിങ്ങളോടൊപ്പം തന്നെ നേരിട്ട് സഞ്ചരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഒരു തീരുമാനവും തിടുക്കത്തിലെടുക്കരുത്. ഇത്രയും കാലം പല വഴികളോടെ കാത്തിരുന്ന നിങ്ങൾക്ക് ഇനി കുറച്ചു നിമിഷങ്ങൾ ശാന്തമായിരിക്കുന്നത് ഒരു ബുദ്ധിമുട്ടാകില്ല. നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്ന ആ നിമിഷം വരെ ഒരു ശാന്തനായ കാഴ്ചക്കാരനായിരുന്ന് നടക്കുന്നതെല്ലാം കണ്ടു നിൽക്കുക മാത്രം ചെയ്യൂ. ആവശ്യമില്ലാത്ത തർക്കങ്ങളിലോ നിങ്ങളെ തെളിയിക്കേണ്ട നിർബന്ധത്തിലോ ഇനി നിങ്ങൾ ഒരു കാരണവശാലും അകപ്പെടേണ്ടതില്ല. നിങ്ങളുടെ ഈ വ്യക്തമായ മൗനവും ക്ഷമയുമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ആ വലിയ വിജയത്തിന്റെ യഥാർത്ഥ താക്കോലുകൾ. പഴയ ശീലങ്ങളിലേക്ക് വീണ്ടും വഴുതിപ്പോകുന്നത് വളരെ എളുപ്പമാണ്. എന്നാൽ ആ പഴയ പാത വീണ്ടും നിങ്ങളെ അതേ പഴയ കണ്ണീരിലേക്ക് തന്നെയാണ് എത്തിക്കുക എന്ന് ഒരിക്കലും മറന്നുപോകരുത്. നിങ്ങളിപ്പോൾ നടക്കുന്നത് തികച്ചും ഒരു പുതിയ പാതയിലാണ്. ഇവിടെ പഴയ ചെരുപ്പുകൾക്കൊട്ടും സ്ഥാനമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നടന്ന എല്ലാ വേദനകൾക്കും നഷ്ടങ്ങൾക്കും അപമാനങ്ങൾക്കും ഇപ്പോൾ പൂർണ്ണമായൊരർത്ഥം ലഭിച്ചു കഴിഞ്ഞില്ലേ? ആ വേദനകളെല്ലാം നിങ്ങളെ സ്ഥിരമായി തകർക്കാൻ വന്നതല്ല, നിങ്ങളുടെ മനസ്സിനെ വലിയൊരു ഇരുമ്പ് കവചമായി മാറ്റുന്നതിനും ഈ വലിയ ആനന്ദത്തെ ഭാവിയിൽ താങ്ങി നിർത്താൻ തക്കവിധം നിങ്ങളുടെ ആത്മാവിനെ വികസിപ്പിക്കുന്നതിനും വന്ന കഠിനമായ പരിശീലനങ്ങൾ മാത്രമാണ്. ആ കഠിനമായ പരിശീലനകാലം ഇപ്പോൾ ഔദ്യോഗികമായി അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ ആ പരീക്ഷയിൽ പൂർണ്ണമായി വിജയിച്ചു കഴിഞ്ഞു. ഇതിനുവേണ്ടിയാണ് ഇത്രയും നാൾ നിങ്ങളെ ആ തീയിൽ ചുട്ടെടുത്തത് എന്ന രഹസ്യം പൂർണ്ണമായി മനസ്സിലാകുമ്പോൾ നിങ്ങളുടെ കണ്ണുകളിൽ നിന്ന് വരുന്ന കണ്ണീർ വേദനയുടേതായിരിക്കില്ല. അത് വലിയൊരു മോചനത്തിന്റെ അതിരുകളില്ലാത്ത നന്ദിയുള്ള ആനന്ദക്കണ്ണീർ മാത്രമായിരിക്കും. നിങ്ങൾക്കായി തുറക്കപ്പെട്ടിരിക്കുന്ന ഈ പുതിയ വാതിലിലേക്ക് ഇപ്പോൾ നിങ്ങളുടെ ആദ്യ അടിയെ വളരെ ധൈര്യത്തോടെ എടുത്തുവെക്കൂ. ഒരു മടിയും ഇനി വേണ്ട. നിങ്ങൾ ഇത്രയും കാലമായി പ്രതീക്ഷിച്ച ആ സുഖകരമായ വസന്തകാലം നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരമായി തങ്ങി നിൽക്കാൻ പോകുകയാണ്. നിങ്ങളെ ചുറ്റുമുള്ള എല്ലാ ഇരുട്ടും മാറി നിങ്ങളൊരു പുതിയ ജന്മമായി തിളങ്ങാൻ പോകുന്ന സമയം ഇതാണ്. ഇനി വരാൻ പോകുന്ന ഓരോ ദിവസവും നിങ്ങൾക്കുള്ളൊരു പുതിയ സമ്മാനം തന്റെ കൈകളിൽ ഒളിച്ചുവെച്ചുകൊണ്ട് മാത്രമേ പുലരൂ. നിങ്ങളുടെ കൈകളെ തുറന്നുവെച്ച് വിശ്വാസത്തോടെ ഇരിക്കൂ. ആ അതിരുകളില്ലാത്ത മഹാശക്തിയുടെ സ്നേഹവും അനുഗ്രഹങ്ങളും നിങ്ങളിലേക്ക് ഒരു വലിയ നദിയായി ഒഴുകിവരാൻ തുടങ്ങിക്കഴിഞ്ഞു. അത് കോരിപ്പരുക്കാൻ നിങ്ങളെത്തന്നെ തയ്യാറാക്കൂ. ഈ വാക്കുകൾ നിങ്ങളുടെ മനസ്സിന്റെ ആഴം വരെ ചെന്ന് നിങ്ങൾക്ക് വലിയൊരു വിശ്വാസവും മോചനവും നൽകിയിട്ടുണ്ടെങ്കിൽ ആഴത്തിൽ ഒരു ശ്വാസമെടുത്ത് ഞാൻ എന്റെ പുതിയ ജീവിതത്തെ പൂർണ്ണമായി സ്വീകരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിനുള്ളിൽ ഉറപ്പിച്ചു പറയൂ. ആ ഒറ്റ വരിയിൽ നിങ്ങളുടെ മൊത്തം ജീവിതവും മാറാൻ തുടങ്ങും. ഈ സന്ദേശം നിങ്ങൾക്ക് നൽകിയ അതേ മനസ്സമാധാനവും അനുകൂലമായ ഊർജ്ജവും നിങ്ങളെ ചുറ്റുമുള്ള മറ്റുള്ളവർക്കും ലഭിക്കണമെന്ന് നിങ്ങൾ സത്യസന്ധമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഇത് പങ്കുവയ്ക്കൂ. ഇതുപോലെയുള്ള ഇനിയും ആഴത്തിലുള്ള ജീവിതം മാറ്റുന്ന രഹസ്യങ്ങൾ തുടർച്ചയായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്തൊപ്പമുണ്ടാകൂ. നിങ്ങളുടെ പുതിയ പ്രകാശപൂർണമായ തുടക്കത്തിന് എന്റെ മനം നിറഞ്ഞ ആശംസകൾ. അടിയുറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് സഞ്ചരിക്കാം.